ഒരു വലിയ ഗ്യാപ്പിന് ശേഷം നിങ്ങൾക്കായി ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കറി മസാല പൗഡറിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ മസാലക്കറി ഉണ്ടാക്കുമ്പോഴും കടലക്കറി ഉണ്ടാക്കുമ്പോഴും ഇനി നോൺ വെജ് കറി ഉണ്ടാക്കണമെങ്കിൽ പോലും ഈ ഒരു പൊടി ഉപയോഗിക്കാം. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ. മസാലക്കറിക്ക് നമ്മൾ മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർക്കുക അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 2 കപ്പ്, അതായത് ഏകദേശം 100 ഗ്രാമോളം അപ്രോക്സിമേറ്റ് വരുന്ന അളവിലാണ് മല്ലി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ആദ്യം മല്ലി തന്നെയാണ് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പാൻ ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മുടെ മുഴുവൻ മല്ലി ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം ഇതൊന്ന് ചൂടാവുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. മല്ലി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 10 വറ്റൽ മുളകാണ്. അധികം എരിവില്ലാത്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളും എരിവിനനുസരിച്ച് ചേർക്കുക. കാരണം ഇതിലേക്ക് ഇനി അടുത്തത് ഒരു എരിവും കൂടെ വരാനുണ്ട്. മല്ലിയുടെ കൂടെ വറ്റൽമുളക് ചേർത്ത് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ മല്ലി ഒന്ന് ചൂടായിരിക്കുന്ന സമയത്താണ് നമ്മൾ വറ്റൽമുളക് ചേർത്ത് കൊടുത്തത്. കുറച്ചുകൂടി നേരം കഴിയുമ്പോൾ മല്ലി പുകയാൻ തുടങ്ങും. ആ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ മല്ലി വേഗം കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടോ, മല്ലിയുടെയും മുളകിൻ്റെയും നിറം മാറിയിട്ടുണ്ട്. നന്നായിട്ട് ഇത് പാകമായിട്ടുണ്ട്. ഇതിൽ കൂടുതൽ മല്ലി വറുത്ത് കഴിഞ്ഞാൽ ഒരു കുത്തുന്ന ഒരു സ്വാദും സ്മെല്ലും വരും. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഇത് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്, തണിഞ്ഞ പാത്രത്തിലേക്ക്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതേ പാൻ വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക്, അതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/4 കപ്പ് മുഴുവൻ കുരുമുളക്, ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ ഏകദേശം ഒരു 8 ഗ്രാമോളം വരുന്ന പട്ട, ഏകദേശം 1 ടീസ്പൂൺ അളവിൽ ഗ്രാമ്പൂ, ഏലക്കായ ഒരു 10-20 എണ്ണ, ഏകദേശം 1.5 ടീസ്പൂണോളം അതും വരും. അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏകദേശം ഒരേ സൈസിലുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അളവിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം ചേർത്ത 4 ഇൻഗ്രീഡിയൻസും ഒന്നും ചൂടാവാനേ പാടുള്ളൂ, അതിൽ കൂടുതലാവാൻ പാടില്ല. അങ്ങനെയാവുമ്പോൾ വല്ലാതെ ഒരു കുത്തുന്ന ടേസ്റ്റ് വരും, ഇതിന് മസാലയുടെ കുത്തുന്ന ടേസ്റ്റ്. ഇപ്പം ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ചൂടായിട്ടുള്ള ഈ പാനിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 2 തരം ജീരകമാണ്. ഒന്നാമത്തേത് പെരുംജീരകം ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ജീരകം ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് കുറയ്ക്കാം, 1/2 ടേബിൾ സ്പൂൺ ആക്കാം. പക്ഷെ ഈ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ തന്നെ എടുക്കണം. നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ജീരകം രണ്ടും നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ചെറുതായി പൊട്ടിത്തുടങ്ങുന്ന കാണാം നമുക്ക് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ആ സമയത്ത് ഇത് നമുക്ക് തീയിൽ നിന്ന് മാറ്റാം. ജീരകം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഇപ്പോൾ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത ഇൻഗ്രീഡിയൻസിൻ്റെ ചൂട് മുഴുവനായിട്ട് മാറിയിട്ടില്ല, കുറച്ച് ടൈം എടുക്കും. ഈ ചൂട് നിൽക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇത് പാകമില്ലാന്ന് തോന്നുന്നവർക്ക് കറി ഉണ്ടാക്കുന്ന സമയത്ത് അല്പം കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചൂടൊന്ന് തണിഞ്ഞ ശേഷം അധികം തരിതരിപ്പോ അല്ല എന്നാൽ ഫൈൻ പൗഡറോ അല്ലാത്ത രീതിയിൽ പൊടിച്ച് എടുക്കാം. ഇതുപോലെ ഇത് കറി ഉണ്ടാക്കുമ്പോൾ 2 പേർക്കുള്ള കറിയാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ ഇത് മാത്രം ചേർത്താൽ മതി. വേറെ ഒരു പൊടിയും ചേർക്കേണ്ട ആവശ്യമില്ല. കറി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കളർ ഒന്നുകൂടി ഒന്ന് ഡാർക്ക് ആവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. ഇപ്പോൾ കുറേ മസാലകളുള്ള കറികൾ നമ്മൾ എന്തായാലും ഉണ്ടാക്കും. ഇപ്പോഴേ പൊടിച്ചു വെച്ചോളൂ.